ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനുവേട്ടനെ ജാമ്യത്തിലിറക്കി ഞാൻ അയാളുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കണമെന്നാ അയാളുടെ ഇപ്പോഴത്തെ ആവശ്യം. ഒരേ സമയം കറുപ്പും വെളുപ്പും ഇടുന്ന ചെകുത്താനാണ് ചെങ്കൽ മധു. കറുപ്പണിഞ്ഞാ പിന്നെ അവനെപ്പോലെ അപകടകാരി മറ്റൊന്നില്ല. അവൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോ നിങ്ങളുടെ വീട്ടിനകത്തും കയറി വന്ന് അവൻ പ്രശ്നമുണ്ടാക്കിയെന്ന് വരും. എന്റെ വീട്ടിൽ അവന്റെ ആളുകൾ വന്ന ഒരു പ്രശ്നം ഉണ്ടാക്കി എന്റെ അച്ഛനെ ഉപദ്രവിക്കുകയും ചെയ്തു. അവനെതിരെ കേസ് എടുക്കണം സർ. കൊള, നല്ല കഥയായി. എന്നിട്ട് വേണം അവൻ എന്റെ കുടുംബത്തിലോട്ട് കയറി വരാൻ. എനിക്കും ഒരു കുടുംബവും ഭാര്യയും പിള്ളേരും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. വെറുതെ എന്തിനാ അവരുടെ സമാധാനം കളയുന്നത്? നേരത്തെ ഇതുപോലൊരു കേസിലെ അവനെ വീട്ടിൽ നിന്ന് സെൻട്രൽ സ്റ്റേഷനിലെ CI സുനിൽദാസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഏതോ ഒരു കൊടികെട്ടിയ വക്കീൽ വന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയി. ഇപ്പോ ഈ മരിച്ചുപോയ അവന്റെ സഹോദരി ഉണ്ടല്ലോ, ലക്ഷ്മി, അവളുടെ വിവാഹത്തിന്റെ തലേ ദിവസം അവിടെ റിസപ്ഷൻ നടക്കുന്നതിനിടയില് സുനിൽദാസ് സാർ അവനെ അറസ്റ്റ് ചെയ്തത്. ഒരു കൊലക്കേസിൽ അവനെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി അവൻ CI സുനിൽദാസ് സാറിനെ വീട്ടിൽ കയറി വെട്ടി. വെറുതെ വെട്ടിയതല്ല, വിലങ്ങ് വെച്ച CI സാറിന്റെ വലത് കൈ അവനങ്ങ് വെട്ടിയെടുത്തു. എന്നിട്ട് ആ വെട്ടിമാറ്റിയ കൈ കൊണ്ടുപോയി പുഴയിലെറിഞ്ഞു കളഞ്ഞു. ഇപ്പോഴും മറ്റുപോയ വലങ്കയുമായി ജീവിക്കുന്ന സുനിൽദാസ് സാറിനെ ഞാൻ ഇടയ്ക്ക് പോയി കാണാറുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരു വികലാംഗനായി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. നിയമത്തിന്റെ അധികാരം കയ്യിലുള്ള സാറിന് അവനെ പേടിയാണെങ്കിൽ പിന്നെ ഞങ്ങൾ സാധാരണക്കാർ എന്ത് ചെയ്യും സർ? അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ കയ്യിൽ കാര്യങ്ങളൊന്നും നിൽക്കില്ല എന്ന്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടെനിക്കത് മനസ്സിലായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ നിങ്ങൾ എന്തെങ്കിലും വഴി നോക്കിയേ പറ്റൂ. അന്ന് അവന്റെ പെങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ അവനെ അറസ്റ്റ് ചെയ്തു. കല്യാണം മുടക്കാൻ ശ്രമിച്ച സുനിൽ സാറിന്റെ കൈ അവൻ വെട്ടിക്കളഞ്ഞു. അപ്പൊ പിന്നെ ഗർഭിണിയായ അവന്റെ സഹോദരിയെ വണ്ടിയിടിച്ചു കൊന്ന അനൂപിനെ അവൻ എന്ത് ചെയ്യും? ഇപ്പോ നിങ്ങൾ പേടിച്ചോ? ഇന്നലെ രാത്രി മുതൽ ഇതേ പേടിയിലാണ് ഞാനും. അവന്റെ ആളുകൾ ഈ ലോക്കപ്പിനകത്ത് കയറി അവനെ തീർത്തിട്ട് പോയാൽ ലോക്കപ്പ് കൊലപാതകത്തിന്റെ പേരിൽ എന്റെ പണി പോകും. ഞാൻ ജയിലിലുമാകും. അനൂപിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അവനെ അറസ്റ്റ് ചെയ്തതെന്ന് മധു മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ എന്ത് ചെയ്യണമെന്നാ സാർ പറയുന്നേ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആകണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെന്ന് അനൂപിനെ ഒന്ന് കാണ്. ഞാൻ പറഞ്ഞതിന്റെ ബാക്കി അനൂപ് നിങ്ങളോട് പറഞ്ഞു തരും. ചെല്ലേ, അനൂപ് അപ്പുറത്തെ മുറിയിലുണ്ട്. ചെന്നിട്ട് വാ. എടോ, ഇവർക്ക് അനൂപിനെ ഒന്ന് കാണിച്ചു കൊടുക്ക. ശരി സാർ, വരൂ.